ഫ്രണ്ട്സ് സ്റ്റോറി ഇട്ടപ്പോൾ അങ്ങനെയായിട്ട് ആറാം അകത്ത് പോകാൻ തുടങ്ങി. അപ്പോൾ ആറാം അജൻ പറയാൻ തുടങ്ങി, നീ എന്തെടാ അകത്ത് പോകുന്നത്? ആറാം മുറയ്ക്ക് തുടങ്ങി. ശരി ഓക്കേടാ, നീ പറഞ്ഞുകൂടി ഞാൻ ചെയ്യാം. അങ്ങനെ ആ ചെക്കൻ വന്ന ചെക്കനോട് പൈസ കൊടുത്ത് ആറാം അയച്ചു. നീ ഇപ്പോൾ ഇവിടുന്ന് പോകുന്നതല്ലേ. ജാക്സൺക്ക് ഫോൺ കോൾ വന്ന്. അങ്ങനെ ജാക്സൺ അവിടുന്ന് പോയി. ഇപ്പം എന്താ ചെയ്യുക? ആറാം പ്ലാൻ ചെയ്തതാണ്. ശരി ഓക്കെ, ഈ ജാക്സൺ വരാതെ ചെയ്യണം. ജാക്സന് വരെ തിരിച്ചു വരാൻ പോയായിരുന്നു. എല്ലാ ബോയ്സും അകത്ത് പോയി. ജാക്സൺ ശരി ഓക്കെ, ഇപ്പോൾ ആരില്ല, അവർ പോയിരിക്കൂ. ശരി മാം ഇപ്പോൾ ഇവിടെ ഇരുന്നാൽ മാംക്ക് ടെൻഷനാവും. അങ്ങനെ അവിടുന്ന് പോയി. അവർ പോയി ഗസ്റ്റ് ഹൗസിൽ. ഇങ്ങനെ ഈ ഫോട്ടോ അത് കാണും, അതാണ് ഗസ്റ്റ് ഹൗസ്. അങ്ങനെ ആറും ഇങ്ങനെ ഇപ്പം എന്താ ചെയ്യാമെന്ന് അറിയില്ലല്ലോടാ. ആറും കണ്ണ് തുറന്ന് അറിഞ്ഞ പറയലടാ, നമ്മളൊക്കെ ഒന്നെന്താ ചെയ്യുക? ആറും പറയാൻ തുടങ്ങി, എടാ എനിക്കവളെ പിടിക്കും. അതുമാത്രമല്ല അവളെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് പിടിച്ചായിരുന്നു. സാരില്ല, ഒരു വലിയ ദേഷ്യപ്പെട്ടതല്ല, എങ്ങനെ കരച്ചയാ. ഞാൻ ആറാം പറഞ്ഞു. അങ്ങനെയായിട്ട് എല്ലാ ബോയ്സ് അവർ ലുക്ക് ആറാം പറയാൻ തുടങ്ങി. ജിൻ ഫസ്റ്റ് നീ പോയിക്കോ. എന്നെ ജിന്നിനെ അയച്ചു. ബാക്കി മെമ്പേഴ്സ് എല്ലാം അവിടെ ഇരുന്നു. റെഡ് ബെഡ്റൂം ആയിരുന്നു. അങ്ങനെയായിട്ട് ആ ജിന്ന് പോയിട്ട് എല്ലാ ജോലി കഴിഞ്ഞ് ജിന്നിനും അത് പോയി എല്ലാ ജോലി കഴിഞ്ഞു. ജിന്നക്കും ഓക്കെ. നെക്സ്റ്റ് ഷുഗ നീ പോടാ. ഷുഗ അകത്ത് വന്നു. ഷുഗക്ക് കുറച്ച് ടെൻഷനായിരുന്നു. എന്താടാ എന്നെ അയക്കുക? ഇല്ലടാ നീ പോടാ. ഷുഗ പോയി. ഷുഗൻ്റെ ജോലിയും കഴിഞ്ഞു. ഇപ്പം ആരാ ഇഷ്ടമുള്ളത്? ഷുഗ പറയാതെ ആറാം നീ പോയിക്കോ. ആറാം പറയുക ജേഹബ് പറയാം നീ പോടാ എന്ന്. ആറാം പോയിട്ട് ആറാമിൻ്റെ ജോലി കഴിഞ്ഞ് ജേഹബ് പോയി. നെക്സ്റ്റ് ജെമീൻ ജാങ്കോക്ക് അപ്പാ എൻ്റെ ജോലി കഴിഞ്ഞു. ജാങ്കോക്ക് പറയാൻ തുടങ്ങി, എടാ അങ്ങനെ അവരെല്ലാം ശരിയായി. അങ്ങനെയായിട്ട് ശരി ഇപ്പോഴും ഇവിടെ ഇരുന്ന് ശരിയാവില്ല. അങ്ങനെയായിട്ട് എല്ലാവരും അവർ പോയി. അവർ കുളിച്ച് ഫ്രഷായി. എന്തും അറിയാതെ കുട്ടി പാപ്പനടിക്ക് കണ്ടിക്കാതെ അവിടെ പോയി ഇരുന്ന്. അങ്ങനെ ഹീറോ രാവിലെ എണിച്ച് നോക്കുമ്പോൾ അയ്യോ ഇടുപ്പ് പൊളിഞ്ഞി, അയ്യോ നടു പൊളിഞ്ഞി. എന്താ ഇവിടെ നടക്കുന്നത്? എന്ത് കട്ടിൽ നോക്കും ബ്ലഡ്. അയ്യോ ബ്ലഡ്. റോസൊക്കെ കോളേജ് മച്ചി റോസ് കാമീൻ റൂമൊക്കെ. റോസ് കൊടുകോട് ഓടി വന്നു. എന്തടി മച്ചി? എടാ എനിക്ക് നറുക്കം പറ്റില്ല, എൻ്റെ ഇടുപ്പ് കാലെല്ലാം വലിക്കുന്നു മച്ചി. റോസ് മരിക്കാണെങ്കിൽ ഇവൾക്ക് എന്ത് പറ്റി? എടി മച്ചി പീരിയഡ് ആയിട്ടിരിക്കൂടി. ആയിട്ടിരിക്കുമല്ലോടി, ആയിട്ടിരിക്കൂടി പോ. അങ്ങനെയായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വന്ന് പാഡ് വെച്ചു. അങ്ങനെയായിട്ട് അയ്യോ മച്ചി എനിക്ക് ഡീലൊക്കെ വരാൻ പറ്റില്ല. അങ്ങനെ താഴെ നടക്കാൻ കഴിയാതെ നടന്നുകൊണ്ട് വരുന്നതാണ്. കേട്ടു ഇത് ജാക്സൺ ചോദിച്ചു, പ്രിയ റോസ് ഇവൾക്ക് എന്തടി പറ്റി? എന്ത് അവന് വെച്ച് ചെയ്തോ? അവന് വേറെ ഒന്നും ഇരിക്കുക. ഇത് കേട്ട് ആറമുക്ക് ചെന്നിക്ക് ഷാക്കായി. ഇവനെന്തിനാ അങ്ങനെ പറയുന്നത്? എല്ലാവരും വീടും നോക്കിയിട്ട് ഒരു മാതി ചിരിക്കുക. ഇത് ജാക്സണിക്ക് ഒന്നും മനസ്സിലായില്ലേ. ഇത് മിയ ശ്രദ്ധിച്ച് ഇവർ കള്ളത്തന്നെ എന്തോന്നുണ്ടല്ലോ, എന്തോന്ന് ചെയ്തു വെച്ചിന്. ഒരു ചിരിക്കുന്ന ഒരു വിള്ളത്തന്നെ ഒരു ചിരിക്കുകയാണല്ലോ. ഒരു വില കേട്ട് പറ്റൂ. അങ്ങനെ ശരി ഓക്കെ എന്ന്. അങ്ങനെയായിട്ട് ഇങ്ങനെയായിട്ട് കുറച്ച് പ്ലാനായിരുന്നു. അങ്ങനെയായിട്ട് പോയപ്പോൾ എന്തോന്ന് വില പ്ലാൻ ചെയ്തത്. അങ്ങനെയായിട്ട് റൊമാൻസ് ആയിരുന്നു. അങ്ങനെ നെക്കിൽ ഹിക്കിങ് വെച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി അയ്യോ ഇടുപ്പ് ഇവൻ ഇത് പറഞ്ഞ ജാക്സൺ പറയുന്നു, ഞാനൊരു ബോയിനെ അയച്ചു. എന്ത് ബോയിനെ അയച്ചോ? അയ്യോ ഞാൻ എൻ്റെ വെർജിനായിട്ട് പോയോ? അയ്യോ മുറയ്ക്കറിഞ്ഞു വടങ്ങ്. അയ്യോ 7-10 അയച്ചാടി. എൻ്റെ വെർജിനായിട്ട് പോയിട. എൻ്റെ വെർജിൻ ആരടാ എന്നെ കല്യാണം കഴിക്കൂ എന്ന് കരയാൻ തുടങ്ങി. ഇതിട്ട് മിയ വന്ന് പറയും, ചേച്ചി വിഷമിക്കണ്ട, അതേ ചെക്കനെ ചേച്ചിയെ കല്യാണം വെക്കുക. എന്താടി നിനക്കറിയോ? എനിക്കറിയും. 7 പേരെ നോക്കിയിട്ട് ഒരു ചിരിയില്ല പറയാൻ തുടങ്ങി. എന്നിട്ട് നീ ചിരിക്കണേ? ഒന്നില്ല ചേച്ചി. ശരി ചേച്ചി വാ, ഞാനൊന്ന് നോക്കിയാളെ. എന്തടി നോക്കുന്നേ? വാ ചേച്ചി, നീ ഇതൊന്നും നോക്കാൻ പാടില്ല. എന്നിട്ട് നോക്കി കണ്ണ് ഡ്രസ്സ് വാ മറൊക്കെ എടുത്തോട്ട് പോയി നോക്കുക. വാ നിന്നെ ഞാൻ ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാവരും ഷോക്കായി. ചേച്ചി ഇതെന്താ ചേച്ചിനെ എന്തോ എലി കടിച്ച് തിന്നു ചേച്ചിനെ. ബോഡി വരിക ഇത്. അയ്യോ ഇതൊക്കെ അറിയാതെ ഹീറോയി. ചേച്ചി വിഷമിക്കണ്ട, ശരി ഓക്കെ.
ജാക്സൺ ചോദിച്ചു, എന്ത് പറ്റി? ഇല്ല, ഏതോ ഒരു പെരിച്ചേല് 7 കുരി കടിച്ച് വെച്ചിട്ട്, ഏതോ ഒരു പെരിച്ചേല് കടിച്ച് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ്. അത് ജങ്കുക്ക് ബനാന ജ്യൂസ് കുടിച്ചായിരുന്നു, ജങ്കുക്ക് തുപ്പി എന്ന് ബാക്കി 6 ജങ്കുക്ക് പറയാണെങ്കിൽ എന്തടാ ഒന്നുമില്ല അങ്ങനെയായിട്ട് പറയാൻ തുടങ്ങി. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും വന്നില്ലല്ലോ, ഞാൻ ആരുടെ നിങ്ങൾക്ക് ഒന്നും. ഒരുപാട് സാഡായിരുന്നു ഹീറോയ്ക്ക്. സാറില്ല, ഒരു മാഫിയാണ് ഒരു കാര്യം. ശരി, ഓക്കെ, ഇനി എന്തോ സംഭവിക്കില്ല. ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോമാർ ശരിടാ നമുക്ക് പോവാം. അങ്ങനെ അവർക്ക് ഇപ്പോൾ ജോലി കഴിഞ്ഞു, ശരി വിസായി. അങ്ങനെയായിട്ട് അവർ കൊറിയൊക്കെ പോയി. ഹീറോ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയും മാഫിയെല്ലാം ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ ടയർഡായിരിക്കും. ഹീറോയ്ക്ക് ഒരുമാതിരി വോമിറ്റ് വരാൻ തുടങ്ങി. കാറം പറയുന്നത്, അയ്യോ തല കറങ്ങുന്നത്. അവിടേക്ക് മയങ്ങി വീണ്. ജാക്സൺക്ക് ഷോക്കായി. എന്ത് പറ്റി? റോസ് പറയാൻ തുടങ്ങി, ചേച്ചി ഒരുപോലെ പെഡ്മിറ്റായിരിക്കോ, ഒരുപോലെ ബേസ് വരുമോ? ഇത് പറയുന്നത് ജാക്സൺ മണ്ടക്ക് കുത്തി. നീ എന്തിട്ട് വൃത്തിക്കേട് പറയുന്നേ? അതൊന്നും നടക്കാല. ഒരുപോലെ അങ്ങനെ നടന്ന നീ എനിക്കില്ലേ എനിക്ക് ഞാൻ കേട്ടതല്ല, നീ ഷോപ്പിംഗ് ചെയ്തിരുന്നു, ഇതിൻ്റെ ഡീല്. ശരിടേ ഡീല് അങ്ങനെ പറഞ്ഞു. റോസ് പറയുന്നത്, നിങ്ങൾ കണ്ടായി പറയണ്ടവർക്കാ. അങ്ങനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഹോസ്പിറ്റൽ ഡോക്ടറെ ചെക്ക് ചെയ്തത്, ഇവരുടെ ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡാ? അതെന്താ? അല്ല, അവർ ഹസ്ബൻഡ് വന്നതല്ലോ. റോസ് പറയാം, ഹസ്ബൻഡ് ഇവിടെ ഇല്ല, വേറെ എടുത്തുണ്ടോ പറഞ്ഞു. ഗുഡ് ന്യൂസാ? ബാഡ് ന്യൂസ് അല്ലായിരുന്നു മതി പറഞ്ഞു ഡോക്ടർ. ഇവരെ വെട്ടനിട്ടാണ്. വെട്ടനിട്ട് അത് കേട്ടോ ജാക്സൺ അവിടേക്ക് മയങ്ങി വീണു. ജാക്സൺ ഞാൻ പറഞ്ഞത് എനിക്ക് മേങ്ങിത്താ. ജാക്സൺ കുളിക്കാൻ തുടങ്ങി. ജാക്സൺ, ഇത് റിയലാണ് ഡോക്ടർ? അതേപ്പാ റിയലാണ്. ജാക്സൺ കിടി പോയ മതിയായി. ആട്ടുപാടി ജാക്സൺ പോയി. ജാക്സൺ ഇടി വീണായിരിക്കും. ജാക്സൺ വളച്ചോണ്ട് പോയി ഷോപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ജാക്സണിക്ക് ടെൻഷനായി, ഇതാര്? അങ്ങനെ ആ ചെക്കനെ പിടിച്ച് മിരട്ടാൻ തുടങ്ങി. ആ ചെക്കൻ നടന്ന കാര്യം പറഞ്ഞു. ജാക്സണിക്ക് ഒന്നും മനസ്സിലായില്ല. എന്ത്? അവരെ വീട് ഓർമ്മ? അറിയില്ല. അവരമ്മ വീട് നേരത്തിലൊന്നും ക്ലിയർ കാണില്ല. എൻ്റെ കണ്ണൊക്കെ നിങ്ങൾ തുണി കെട്ടി കൊണ്ടുപോയാൽ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കണ്ണ് കാണും. എനിക്കറിയില്ല. അവർ എന്തോ ഒരു ലാംഗ്വേജ് സംസാരിച്ച്. ഇതുകൊണ്ട് ജാക്സണിക്ക് ഡൗട്ട് വന്നു. ഒരു പേര് അവരായിട്ടോ ചേച്ചേ, അവർ കാണാൻ നല്ല ഹാൻസം ആയിട്ടുണ്ട്. ഞങ്ങളെ മേലെ വിയോ പേടിത്തൊണ്ടമാർ, അല്ലാതെ മാഫിയ കുയിനെന്നവർ പേടിക്കുക. അങ്ങനെ കൊണ്ട് അങ്ങനെ ഒന്നും നടക്കില്ല. അതിനായിട്ട് ഈ ഫോൺ കോൾ അങ്ങനെ കൊറിയൊക്കെ പോയി.